സംസ്ഥാനത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല തകർച്ചയുടെ വക്കിലാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ് പ്രധാന വില്ലൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. വാർത്തകൾ. വിലക്കയറ്റം നിയന്ത്രിക്കുക, മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലുള്ളവർ ഉന്നയിക്കുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. വെളിച്ചെണ്ണ, ബിരിയാണി അരി, തേങ്ങ പോലുള്ള അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുമ്പോൾ അതിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടൽ ഉടമകൾക്ക് സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ സാധാരണക്കാരെ അതേറെ ബുദ്ധിമുട്ടിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 530 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി ഒരു കാരണവശാലും നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. 230 രൂപ വരെ കടന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ 530 രൂപയിലാകുമ്പോൾ ഡബിളായിട്ട് വില വരുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. തേങ്ങ, വെളിച്ചെണ്ണ, ബിരിയാണി അരി 110 രൂപയിൽ നിന്ന് 230 ഉയർന്നു. ഒറ്റയടിക്കാണ്, ക്രമാതീതമായിട്ടല്ല ഉയർന്നിട്ടുള്ളത്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ജീവിത ചിലവും കൂടുന്നതിനാൽ തൊഴിലാളികളുടെ ശമ്പളവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ദൈനംദിന ചിലവ് കൂടുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂപ്പുകുത്തും മുൻപേ ഹോട്ടലുകൾ പൂട്ടുന്ന സാഹചര്യവുമുണ്ട്. വില വർധനവ് വരുമ്പോൾ വിപണി ഇടപെടൽ നടത്താൻ സർക്കാർ ആരംഭിച്ച സപ്ലൈകോകളിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാനില്ലാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സർക്കാർ വിലക്കയറ്റം തടയാൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഹോട്ടൽ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന പലർക്കും ഉപജീവന മാർഗം ഇല്ലാതെയാകും. മാലിന്യ സംസ്കരണത്തിന് സ്ഥിരം സംവിധാനമില്ലാത്തതും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വലയ്ക്കുന്നുണ്ട്. സാധനങ്ങളുടെ വിലയോടൊപ്പം തന്നെ ഈ PCBയുടെയും മാലിന്യ സംസ്കരണം ഒരു കാരണവശാലും കോർപ്പറേഷനോ ഗവൺമെൻറ്റോ അതിന് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാത്തതിന് കാരണം അവർ വേസ്റ്റ് എടുക്കുന്നവർക്ക് കിലോയ്ക്ക് 5 രൂപ വെച്ച് കൊടുത്ത് കച്ചവടം ചെയ്തു അവർ അതിൽ നിന്ന് 1-2 രൂപ മാർജിൻ വാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ അടക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ 5-ൽ നിന്ന് 10 രൂപ, ഒരു കിലോയ്ക്ക് 10 രൂപ നൽകേണ്ട ഒരു സാഹചര്യമാണ് ഹോട്ടൽ ഉടമകൾക്കുള്ളത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് പുതുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായും വലിയ തുകയാണ് ചിലവാക്കേണ്ടി വരുന്നത്. അനധികൃത ഭക്ഷണശാലകളും ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വെല്ലുവിളിയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നാൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലയും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടി വരും. അത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ പ്രതികരണങ്ങളിൽ. നേരത്തെ 90 റുപ്പീസിൽ താഴെ നിന്നിരുന്ന ചിക്കൻ മീറ്റ് റേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 240 റുപ്പീസിലാണ് മീറ്റ് റേറ്റ് നിൽക്കുന്നത്. കൈമ റൈസ് 30-40 രൂപയിൽ നിന്നിരുന്ന സാധനം ഓൾമോസ്റ്റ് 200-ൽ, അതായത് 4 ഇരട്ടിയിലാണ് പ്രൈസ് കയറിയിരിക്കുന്നത്. അപ്പം ആ പ്രൈസിൽ 120 രൂപയ്ക്കും 130 രൂപയ്ക്കും ബിരിയാണി കൊടുത്തിരുന്നത് എങ്ങനെ പോസിബിൾ ആകും? ഈ കഴിഞ്ഞ ഒരു 8-9 മാസം കൊണ്ടാണ് അസഹനീയമായ പ്രൈസ് റേഞ്ച് ഉണ്ടായിരിക്കണം. ഒപ്പം ലേബറും കണ്ടമാനം കൂടുകയാണ്. യാതൊരു ചിട്ടവട്ടങ്ങളും ഇല്ലാതെ, യാതൊരു പേപ്പർ വർക്കും ഇല്ലാതെ കുറേ പേര് കച്ചവടം നടത്തുന്നു. എല്ലാത്തിനും വേണ്ടേ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന സാധനം, സേഫ്റ്റി, ഫുഡ്, ഹൈജീൻ, ഈ 3 വാക്കുകൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ വേണ്ടത്? അപ്പം ഈ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ വേറെ കുറേ പേര് നടത്തുകയും ഞങ്ങൾ ഓരോ വർഷവും ഈ സ്ഥാപനം നടത്താനായിട്ട് 10-14 ലൈസൻസിങ് വേണം. പേപ്പറുകളെല്ലാം എടുത്ത് ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളിവിടെ മണ്ടരാകുകയല്ലേ. സുലഭമായി കിട്ടുന്ന തേങ്ങയ്ക്ക് 1 കിലോ ഏതാണ്ട് 90 രൂപയിലധികമാണ് ഇന്ന് വില. 530 രൂപയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ മില്ലുകളിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നതിൽ ഒട്ടുമിക്കതും മായം കലർന്ന എണ്ണയാണ്. അതിനും 350 മുതൽ 530 വരെ വില ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും രൂക്ഷമായ ഒരു വില ഈ വെളിച്ചെണ്ണയ്ക്ക് നിൽക്കുമ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ എങ്ങനെയാണ് കേരളത്തിൽ നമുക്ക് സദ്യ ഉണ്ടാക്കുന്നത്? ഒരു പായസം ഉണ്ടാക്കണമെങ്കിലും അതിൽ തേങ്ങാപ്പാൽ വേണം, അല്ലെങ്കിൽ അവിയൽ, പച്ചടി, തോരൻ, പരിപ്പ്, പുളിശ്ശേരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തേങ്ങയും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിലേ പറ്റൂ. ഈ കരിഞ്ചന്തക്കാർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലുണ്ടെന്നാണ്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പോലും ഈ ഓണം നമുക്ക് വിഭവസമൃദ്ധമായി ഉണ്ണാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുന്നത്. ഇതിന് മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.